നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സമരസൂര്യൻ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. VSന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്. VSന്റേത് സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതം. കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. VS ഇനി അമരസ്മരണം. വിശദമായ വാർത്തകളിലേക്ക്. സമരസൂര്യൻ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി. ആയിരങ്ങളാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും AKG സെന്ററിലും ദർബാർ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കനത്ത മഴയെയും അവഗണിച്ച് ആയിരങ്ങളാണ് ദർബാർ ഹാളിൽ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് ആദരമർപ്പിക്കാനായി എത്തിയത്. വഴിയിലുടനീളം മുദ്രാവാക്യം വിളികളുമായി ജനങ്ങൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മകന്റെ വസതിയിൽ നിന്നും വിലാപയാത്രയായാണ് ദർബാർ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചത്. കനത്ത മഴയെയും തിരക്കിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് പുലർച്ചെ തന്നെ VSനെ കാണാൻ ദർബാർ ഹാളിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അശോക് ധാവളെ, വിജു കൃഷ്ണൻ, മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി മുഴുവൻ നേതാക്കളും ദർബാർ ഹാളിൽ ഉണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന സമരജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ VS എന്ന വിപ്ലവ നക്ഷത്രത്തെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മകന്റെ വസതിയായ ബാർട്ടൺ ഹില്ലിലെ വീട്ടിൽ VSനെ കാണാനെത്തുന്നവർ തൊണ്ട പൊട്ടുമാറ് മുദ്രാവാക്യങ്ങൾ മുഴക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോഴും തൊണ്ടയിടറാതെ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവർ മറന്നില്ല. രാത്രി വൈകിയും AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രിയ നേതാവിനെ കാണാനെത്തിയ ജനക്കൂട്ടം വീടുവരെയും അനുഗമിച്ചു. പ്രായഭേദമന്യേ നിരവധി പേരാണ് VSനെ AKG സെന്ററിൽ നിന്ന് വീടുവരെ അനുഗമിച്ചത്. VSനെ കാണാനായി വീടിനു ചുറ്റും ജനം തടിച്ചുകൂടിയിരുന്നു. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളും VSന്റെ വസതിയിലുണ്ടായിരുന്നു. കാലങ്ങളായി താമസിച്ചിരുന്ന വീട്ടിലേക്ക് VSനെ അവസാനമായി എത്തിച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനപ്രവാഹമായിരുന്നു. ന്യൂസ് ഡെസ്ക്. VS അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് എത്തിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് നടക്കുന്നത്. ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിക്കുക. ബുധനാഴ്ച രാവിലെ 9-ന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും. തുടർന്ന് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നടക്കുക. തുടർന്ന് സർവകക്ഷി അനുശോചന യോഗവും നടക്കും. തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ വിവിധയിടങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നിവിടങ്ങളിലും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.
VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആലപ്പുഴ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കി. ബുധനാഴ്ച രാവിലെ 9 മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും കടപ്പുറത്ത് റീക്രിയേഷൻ ഗ്രൗണ്ടിലുമാണ് പൊതുദർശനം. VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആലപ്പുഴ ജില്ലയിലും വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ അതിർത്തിയായ ഓച്ചിറ, KPSC ജംഗ്ഷൻ, കായംകുളം GDM ഓഡിറ്റോറിയം, കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട്, കരുവാറ്റ, തോട്ടപ്പള്ളി, അമ്പലപ്പുഴ കച്ചേരിമുക്ക, വണ്ടാനം ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് VSന്റെ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചേരും. ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട കിഴക്കൻ റോഡ് വഴി വടക്കോട്ടെത്തി പഴയ വീട് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടെത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരും. രാവിലെ 9 മുതൽ 10 വരെ ജില്ലാ കമ്മിറ്റി ഓഫീസായ P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ പൊതുദർശനം. 10 ശേഷം ഭൗതിക ശരീരം തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്നും വടക്കോട്ടെത്തിച്ച ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് പോയി കളക്ട്രേറ്റ് ജംഗ്ഷൻ വഴി പടിഞ്ഞാറോട്ട് ബീച്ചിലെത്തി വടക്കുഭാഗത്തേക്കെത്തി റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തും. രാവിലെ 11 മുതൽ 3 മണിവരെ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുദർശനം. ഇതിനുശേഷം വിലാപയാത്രയായി തിരുവമ്പാടി ജംഗ്ഷനിലെത്തി വലിയ ചുടുകാട്ടിൽ എത്തിച്ചേരും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനുശേഷം അനുശോചന സമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതമായിരുന്നു VSന്റേത്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദന്റെ ജനനം. വ്യക്തിജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, മർദ്ദനങ്ങൾ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം, ഒളിവ് ജീവിതം, അറസ്റ്റ്, ദിവസങ്ങൾ നീണ്ട കൊടിയ പോലീസ് മർദ്ദനം, ഇവയ്ക്കൊന്നും VS എന്ന പോരാട്ട വീരത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ജയിൽവാസവും നീണ്ട ഒളിവു ജീവിതവുമെല്ലാം VS എന്ന രാഷ്ട്രീയ മനുഷ്യനെ പരുവപ്പെടുത്തിയെടുത്തു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം തയ്യൽ തൊഴിലാളിയായി. അതിനിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമായി. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ VS 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1959 CPI ദേശീയ കൗൺസിൽ അംഗം. 64 CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേർ ചേർന്ന് CPM രൂപീകരിച്ചു. അതിൽ പ്രമുഖനായിരുന്നു VS. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു VSന്റെ ആദ്യകാല പ്രവർത്തനം. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തു പകർന്നു നൽകുകയായിരുന്നു VS എന്ന നേതാവ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. കാലങ്ങളായി ജന്മി തമ്പ്രാക്കൾക്ക് മുൻപിൽ തലകുനിച്ച് കൈകൊപ്പി നിന്നിരുന്ന തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു. കുട്ടനാടിന്റെ വയലേലകളിൽ മുദ്രാവാക്യങ്ങൾ കൊടുങ്കാറ്റായി. എന്നാൽ VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു ജന്മിമാരുടെ തീരുമാനം. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ അറസ്റ്റിലായ VS കൊടിയ മർദ്ദനത്തിന് ഇരയായി. കാലിൽ ബയണിറ്റ് കുത്തിയിറക്കി മരിച്ചെന്ന് കരുതി VSനെ പോലീസുകാർ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അവിടെ നിന്നും അദ്ദേഹം തിരികെ എത്തി. പിന്നീട് അങ്ങോട്ട് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയ നേതാവായി, കമ്മ്യൂണിസ്റ്റ് നേതാവായി അദ്ദേഹം വളരുകയായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന ജനകീയ നേതാവായി VS മാറി. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ശബ്ദമായി നിലകൊണ്ട് അവർക്ക് ദിശാബോധം നൽകി. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS 82-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവുമായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊഴിഞ്ഞ വിശ്രമ ജീവിതം നയിച്ചപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ശൂന്യതയുണ്ട്. VS ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. എങ്കിലും അദ്ദേഹം ഇനി അമര സ്മരണയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇരുട്ടിലായി പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടെ രൂക്ഷമാണ്. സാമൂഹ്യ വിരുദ്ധ ശല്യവും രാത്രികാലങ്ങളിൽ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ പുനലൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ലൈറ്റ് ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. വെളിച്ചമില്ലാത്തതിൻ്റെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും ഇവിടെ പതിവാണ്. രാത്രികാലങ്ങളിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലെ കടകളിലെത്തുന്നവർക്കും വെളിച്ചമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ഇതുവരെയും ഇക്കാര്യത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മാസങ്ങളായി വെളിച്ചമില്ല. എന്നാൽ ഇക്കാര്യം അറിയാമായിരുന്നിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി.
പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സമരസൂര്യൻ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. VSന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്. VSന്റേത് സമര പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതം. കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. VS ഇനി അമരസ്മരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.